അവരുടെ കോപ്രായങ്ങൾ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നിച്ചിരിക്കുന്ന യുവതി യുവാക്കൾക്കു നേരെ ചൂലെടുക്കേണ്ട കാര്യമുണ്ടോ? എന്ത് നല്ല ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഉണ്ട്, അതിങ്ങനെ അത് നശിപ്പിക്കാൻ പാടില്ല. പക്ഷെ അത് വളരെ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ വളരെയധികം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒരാണും പെണ്ണും ഒരുമിച്ചിരിക്കുമ്പം ലവ് എന്ന് മാത്രമാണ് അവർ കരുതുന്നത്. തീർച്ചയായും മാറും. ഒരു 5 കൊല്ലം കൂടെ കഴിയുമ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർ ഇനിയും കുറയും. എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്, ആണെന്നോ പെണ്ണെന്നോ അങ്ങനൊന്നും. ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്ന ഒരിക്കലും ഒരു തെറ്റാണെന്ന് ഞാൻ പറയില്ല. അതൊരിക്കലും ശരിയായൊരു നടപടിയല്ല അവർ ചെയ്തത്. ഭയങ്കര മോശം കാര്യമാണ്. ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താണ് കുഴപ്പം? പൊതുജനം പറയുന്നു. അവർ അങ്ങനെ ഇരിക്കില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഇരുന്ന് കാണിച്ചു കൊടുക്കണം. അതായത് ലവ് ആണെങ്കിലും നമുക്ക് ഇപ്പം പുറത്ത് കാണിക്കുന്നതിനത് തെറ്റല്ല. തീർച്ചയായും മാറും. ഒരു 5 കൊല്ലം കൂടെ കഴിയുമ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർ ഇനിയും കുറയും. അത് 10-1 വീണ്ടും ചുരുങ്ങും. അങ്ങനെയുള്ള മനുഷ്യരെന്നും ഉണ്ടാവും, തെറ്റൊന്നും ഉണ്ടാവില്ല. പക്ഷേ കൂടുതൽ മനുഷ്യർ നന്നാവും എന്നാണ് പ്രതീക്ഷ. നമ്മൾ എന്ത് പറഞ്ഞു നോക്കാൻ ശ്രമിച്ചാലും പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലും ചിലപ്പം അവരുടെ ഇതാണ് ശരിയെന്ന് തന്നെ വിശ്വസിക്കുന്നവരുണ്ടാവും. അവിടെ ചെന്ന് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. ഞങ്ങൾ ചെറുപ്പത്തിലൊന്നും ആസ്വദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ബാക്കി ആരും ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ഇതിലാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. ഇതിനാണ് കുറേ പേര് ചൂലെടുത്ത് ഇങ്ങോട്ടേക്ക് ഇറങ്ങേണ്ട ഒരു കാര്യമില്ല എന്ന്. ആക്ച്വലി രണ്ട് വശത്തുനിന്നും ഉണ്ട് പ്രശ്നം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ പോകാതെയും വീട്ടിൽ അമ്മയും അച്ഛനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കാം, അതൊരു വശം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ എല്ലാവരും പേരൻസ് ആകുകയാണ്. ഈ സദാചാരം എന്നും പറഞ്ഞ് നടത്തുന്നവരും പേരൻസ് ആകുകയാണ്. നിങ്ങൾക്ക് വീട്ടിൽ പോയി, അതായിരിക്കും അവരുടെ മനസ്സിൽ. അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. രണ്ട് കൂട്ടരും ഹ്യൂമൻ ബീങ്സ് ആണെന്നുള്ള ഒരു കൺസിഡറേഷൻ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള വഴക്കുകളൊക്കെ കുറയും. അപ്പോൾ ആ ഒരു ചിന്താഗതി തോട്ടാണ് വരേണ്ടത്. ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്ന ഒരിക്കലും ഒരു തെറ്റാണെന്ന് ഞാൻ പറയില്ല. ഇവിടെ അങ്ങനെ സംഭവിച്ചെങ്കിൽ പോലീസ് അവരുടെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറി. അതുമാത്രമേ ഇതിനൊരു ഉത്തരവുള്ളൂ. ഇപ്പം ലവ് മാത്രമല്ല, പറഞ്ഞുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. എന്ത് നല്ല ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഉണ്ട്, അതിങ്ങനെ അത് നശിപ്പിക്കാൻ പാടില്ല. വളരെ കോമഡി ആയിട്ടാണ് തോന്നിയത്. ഇപ്പം ഒരിക്കലും ഇന്ത്യൻ നിയമപ്രകാരമോ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടോ ഒന്നും പറയുന്നില്ല. രണ്ടുപേർക്ക് പബ്ലിക്കലി എന്താ പറയുക ഒരുമിച്ച് പോകാനും എന്നുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യമായി കഴിഞ്ഞാൽ നമുക്കൊരു ജീവിക്കാനുള്ള സ്വാതന്ത്ര്യക്കാരും ഒരു സ്ഥലത്ത് പോകാനുള്ള സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വിളയച്ചമായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോഴും അവരൊന്നും ആ ഒരു കെട്ടുവിട്ട് പുറത്ത് വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ട്യൂഷൻ കഴിഞ്ഞൊക്കെ ബസ് സ്റ്റോപ്പിലൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നടക്കും, ഗേൾസും ബോയ്സും കുറേ പേര്. അപ്പോൾ ആൾക്കാരിങ്ങനെ എന്താണ് ഇവരിങ്ങനെ ഒരു 6 മണിയൊക്കെ ആവും ട്യൂഷനൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ 6-6:30 ആകുമ്പോൾ സമയത്ത് എന്താണ് ഇങ്ങനെ മാറ്റം കൊണ്ടുവരാൻ നമ്മൾ ഓരോ വ്യക്തികളും അതിനുവേണ്ടി ശ്രമിച്ചേ പറ്റുള്ളൂ, അതിനെതിരെ നിന്നേ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിലെ നടന്നു വരുന്ന ഓരോ സംഭവങ്ങളും കാണുമ്പോൾ ശരിക്കും ഭയമാണ്. ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം തന്നെയാണ്. ഇപ്പോൾ ഞാൻ ആഫ്റ്റർ 10 മണി നമ്മൾ ടൗണിൽ കൂടെ നടക്കുമായിരുന്നു. അപ്പം നടക്കുമ്പോൾ പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുവാണ് എന്താ 10 മണിയായി എവിടെയാണ് പോകുന്നതെന്ന്. അപ്പം ഇവിടെ ഈവൻ ലൈക്ക് അത് ഫ്രം ദ സൈഡ് ഓഫ് പോലീസാണ്. അവരാണ് ചോദിക്കുന്നത് 10 മണിക്ക് ശേഷം നമ്മളിങ്ങനെ ഇറങ്ങി നടക്കുന്നത് എന്തിനാണ്. അതേ ഇവർ തന്നെയാണ് എന്താണ് നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ റീജിയനിൽ ഈ നൈറ്റ് ലൈഫിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം മനസ്സിലായില്ലേ, ഈ കൺസേൺഡ് അതോറിറ്റീസിൻ്റെ ഉള്ളിൽ തന്നെ ഈ മൈൻഡ് സെറ്റ് ഉണ്ട്. ഇല്ല, നമ്മൾ അവർ മാറുമെന്ന് വിചാരിക്കണം. നമ്മൾ നമ്മളെ സന്തോഷം തേടി മാത്രമേ ഉള്ളൂ.